നമ്മൾ ഒരുപാട് കമന്റ്സിൽ കാണുന്നതാണ്, ആളുകൾ പറയുന്നുണ്ടാവും ഒരൊറ്റ ട്രേഡിൽ നമുക്ക് 70% ലോസ് വന്നു, അതല്ലെങ്കിൽ ഒരൊറ്റ ട്രേഡ് കൊണ്ട് ഞാൻ 50% അച്ചീവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സിറ്റുവേഷൻസും മാർക്കറ്റിൽ ഉണ്ടാവുന്നുണ്ട്. മോസ്റ്റ്ലി ബിഗിനേഴ്സിനാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറ്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് പ്രോപ്പർ നോളജ് ഇല്ലാത്തതുകൊണ്ടാണ്. അവർ വന്നിട്ട് ഫുൾ ലിവറേജിലൊക്കെ ട്രേഡ് ചെയ്ത് ചിലപ്പോൾ ആദ്യത്തെ ട്രേഡിൽ തന്നെ 50% 60% പ്രോഫിറ്റ് എടുക്കും. പിന്നത്തെ ട്രേഡിലായിരിക്കും അവർക്ക് കൂടുതൽ ലോസസ് സംഭവിച്ച് ക്യാപിറ്റൽ തന്നെ വാഷ് ഔട്ട് ആയി പോകുന്നത്. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ മണി മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ് ഒന്നും അറിയാത്തതുകൊണ്ടാണ്. ഇതിലൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ബെനിഫിറ്റഡ് ആയിട്ട്, അതായത് ലിവറേജിനെ നമുക്ക് ബെനിഫിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മളെ ക്യാപിറ്റലിനെ വൈപ്പ് ഔട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാം. ഇവിടെ ബേസിക്കലി ബിഗിനേഴ്സിന് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഗ്രീഡ് എന്ന ഫാക്ടർ കൂടി ഉണ്ട്. അപ്പോൾ അവർക്ക് ഒറ്റ ട്രേഡ് കൊണ്ട് തന്നെ ക്യാപിറ്റൽ ഡബിൾ ചെയ്യണം. ഇപ്പോൾ നോർമലി മാർക്കറ്റിലേക്ക് വരുന്ന ആളുകൾക്ക് സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ലിവറേജ് യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രോപ്പറായിട്ട് ഈ ഒരു ട്രേഡിംഗ് സ്കില്ലിനെ യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. ഇപ്പോൾ ബിഗിനറെ സംബന്ധിച്ച് എന്താ ചെയ്യാന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള നോളജ് ഉണ്ടാക്കുക, എങ്ങനെ മണി മാനേജ്മെന്റ് യൂസ് ചെയ്യണം, എങ്ങനെ റിസ്ക് മാനേജ്മെന്റ് യൂസ് ചെയ്യണം എന്നതിൻ്റെ പ്രോപ്പർ നോളജ് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് ട്രേഡ് ചെയ്താൽ മതി. അതായത് നമ്മളൊരു ക്യാപിറ്റൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര പെർസെൻറ്റേജ് ഒരു ട്രേഡിൽ നഷ്ടം വരും, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് നമ്മൾ പ്രോഫിറ്റ് എടുക്കും, ബേസിക് കറക്റ്റ് പൊസിഷൻ സൈസ് ഒക്കെ ചെയ്തിട്ട് ട്രേഡ് എടുത്താൽ മതി. അല്ലാതെ നമുക്ക് മന്ത്ലി ഒരു 50% 60% പ്രോഫിറ്റ് ഉണ്ടെന്ന് ആവശ്യമില്ല. മന്ത്ലി 5% തന്നെ ഓക്കെയാണ്. യെസ്, അച്ചീവബിൾ ആയിട്ടുള്ള ടാർഗറ്റ്, റിയലിസ്റ്റിക്കിലേക്ക് വരിക. അതായത് നമ്മൾ ഒരുപാട് ഗ്രീഡ് ആവാതെ റിയലിസ്റ്റിക് ടാർഗറ്റുകൾ ഫിക്സ് ചെയ്യാം.